നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ആദ്യ ഇലക്ട്രിക്കൽ പരീക്ഷണ വിമാനം നാസ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. X-57 മാക്സ്വെൽ വിമാനമാണ് കാലിഫോർണിയയിലെ എയറോനോട്ടിക്സ് ലാബിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 20 വർഷത്തിനിടെ നാസ നിർമ്മിക്കുന്ന ക്രൂയിസ് എക്സ് വിമാനമാണ് മാക്സ്വെൽ. 2015 മുതൽ ഇറ്റാലിയൻ നിർമ്മിത ടെക്നാപി 2006 ടി ഇരട്ട എഞ്ചിൻ പ്രോപ്പല്ലർ വിമാനത്തിൽ നിന്നാണ് X-57 സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു നാസയിലെ വിദഗ്ധർ ഇത്രയും നാളും ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം എഡ്വാർഡ്സ് എയർഫോഴ്സിലെ ബേസിൽ നിന്നും X-57 സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിമാനത്തിന്റെ പരീക്ഷണം നടത്തുകയും ചെയ്തിരുന്നു. പിന്നീട് 2 വലിയ ഇലക്ട്രിക് മോട്ടോറുകൾക്കൊപ്പം പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ലിഥിയം ബാറ്ററികൾ കൂടി വിമാനത്തിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. ഇതിനുശേഷമാണ് വിമാനം ആദ്യമായി ഇത്തരം ഒരു പ്രദർശനത്തിന് എത്തിച്ചത്. മറ്റ് സ്വകാര്യ കമ്പനികളിൽ നിന്നും വ്യത്യസ്തമായി വാണിജ്യ ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗിക്കാവുന്ന തരത്തിൽ അതിനൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് മാക്സ്വെൽ നിർമ്മിച്ചിരിക്കുന്നത് എന്നതും ഏറെ പ്രത്യേകതയുള്ള കാര്യമാണ്. നിരവധി സുരക്ഷാ മാനദണ്ഡങ്ങളും വിമാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന പ്രത്യേകതയുമുണ്ട്. 2020 മുമ്പായി വിമാനം പറത്താനാണ് നാസ ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനായുള്ള അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിമാനത്തിന്റെ ചിറകുകൾ ഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ നാസ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. വിമാനത്തിന്റെ ഭാരം കുറയ്ക്കാനുള്ള ഇരു ചിറകുകളിലും 14 ഇലക്ട്രിക് എഞ്ചിനുകൾ ഉണ്ടാകുമെന്ന പ്രത്യേകതയുമുണ്ട്. നിലവിൽ ബാറ്ററിയുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യമാണ് നാസ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. വിമാനം വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിമാനത്തിൽ X-57 പൂർത്തിയായ പതിപ്പ് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയായിരിക്കണമെന്ന് മനസ്സിലാക്കുവാൻ എഞ്ചിനീയർമാരെയും പൈലറ്റുമാരെയും അനുവദിക്കുന്ന പുതുതായി നിർമ്മിച്ച സിമുലേറ്ററും നാസ പ്രദർശിപ്പിക്കുകയുണ്ടായി. ബുള്ളറ്റ് ആകൃതിയിലുള്ള ബെൽ X-1 ഉൾപ്പെടെ ശബ്ദ തടസ്സം തകർക്കുകയും X-15 റോക്കറ്റ് വിമാനം പറക്കുകയും ചെയ്തു. 2 ദശാബ്ദത്തിനുള്ളിൽ വികസിപ്പിച്ചെടുത്ത ഏജൻസിയുടെ ആദ്യ ക്രൂ എക്സ് വിമാനം മാക്സ്വെൽ ആയിരിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. സ്വകാര്യ കമ്പനികൾ വർഷങ്ങളായി എല്ലാ ഇലക്ട്രിക് വിമാനങ്ങളും ഹോവർക്രാഫ്റ്റും വികസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാണിജ്യ നിർമ്മാതാക്കൾക്ക് വേണ്ടി സർക്കാർ സർട്ടിഫിക്കറ്റിന് വേണ്ടി പൊരുത്തപ്പെടുവാൻ കഴിയുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സാങ്കേതികവിദ്യ രൂപകൽപ്പന ചെയ്യും എന്ന് തെളിയിക്കുകയും ചെയ്തിരിക്കുകയാണ് നാസ ഇപ്പോൾ. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.